സാധാരണക്കാരൻ ഒരു ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ചെന്നിട്ടുണ്ടെങ്കിൽ കമ്പനി പോളിസി എല്ലാം അടങ്ങിയിട്ടുണ്ട് ഒരു വലിയ ഡോക്യുമെന്റ് ആയിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുക. ഇതിൽ പല കാര്യങ്ങളും നമുക്ക് വായിച്ചാൽ മനസ്സിലാകാത്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കമ്മീഷൻ മാത്രം ലക്ഷ്യം വെച്ച് ചില ഏജന്റുമാർ വലിയ പോളിസികൾ സാധാരണക്കാരന്റെ തലയിൽ കെട്ടിവെക്കാറുണ്ട്. അതുകൂടാതെ ക്യാഷ്ലെസ് സൗകര്യം ഉണ്ടായിട്ടും ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞിറങ്ങുമ്പോൾ വലിയൊരു തുക നമ്മൾ അങ്ങോട്ട് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാത്ത, നമ്മൾ ഇതുവരെ ചോദിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സംസാരിക്കാൻ വേണ്ടി നമ്മളോടൊപ്പം ഹെൽത്ത് അഡ്വൈസർ സത്യജിത്ത് എസ് പൈ ചേരുന്നു. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു ബുക്ക്ലെറ്റ്, അതിനുള്ളിൽ കുനുകുനാന്ന് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇതിൽ പല കാര്യങ്ങളും സാധാരണക്കാരന് വായിച്ചാൽ മനസ്സിലാവാത്ത കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വായിക്കാൻ നമ്മൾ മെനക്കെടാത്ത കാര്യങ്ങളാണ്. ഇതൊരു വലിയ ചതിക്കുഴിയാണോ? പോളിസി എടുക്കുന്നത് ഒരു ചതിക്കുഴി, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചതിക്കുഴിയല്ല. പോളിസി ഡോക്യുമെന്റ് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരു 60 പേജോ 70 പേജോ വരുന്ന വലിയൊരു ബുക്ക്ലെറ്റ് ആണ്. പക്ഷേ ഇതൊരു ലീഗൽ കോൺട്രാക്റ്റ് ആണ്. നമ്മൾ എന്തൊരു പ്രൊഡക്റ്റോ സർവീസോ പർച്ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് കയ്യിൽ കിട്ടുന്ന ഒരു കാര്യമാണ്. നേരെ മറിച്ച് ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കുന്നില്ല, അതിന് പകരം ഫ്യൂച്ചറിലോട്ടുള്ള ഒരു സർവീസിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് മാത്രമാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോളിസി എന്ന് പറയുന്ന ഒരു ലീഗൽ കോൺട്രാക്റ്റ് ആണ്. അതായത് അടുത്ത 1 വർഷത്തേക്കോ അല്ലെങ്കിൽ 5 വർഷത്തേക്കോ ഇന്ന സർവീസുകൾ ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി പോളിസി ഹോൾഡറിന് നൽകും എന്നുള്ളൊരു കോൺട്രാക്റ്റാണ്. അത് ലീഗലായിട്ടുള്ള കോൺട്രാക്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ബുക്ക്ലെറ്റാണ് പോളിസി പേപ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോളിസി ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു 2024 IRDA, അതായത് ഇൻഷുറൻസ് റെഗുലേറ്റർ പറഞ്ഞിരിക്കുന്നത് ഈ പോളിസി ബുക്ക്ലെറ്റ് സിമ്പിളായിട്ട് കസ്റ്റമേഴ്സിന് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഒരു 2 പേജ് ഷീറ്റായിട്ട് മാറ്റണം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കസ്റ്റമർ ഇൻഫോർമേഷൻ ഷീറ്റ് എന്നുള്ള രീതിയിൽ ഒരു 2 പേജിൽ എന്തൊക്കെയാണ് പോളിസിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് IRDA പറയാനായിട്ട് ഒരു കസ്റ്റമർ ഇൻഫോർമേഷൻ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷീറ്റ് വന്നതോടുകൂടി നമുക്ക് പോളിസിയുടെ ബുക്ക്ലെറ്റിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമറിന് അത് ഫുള്ള് വായിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഷീറ്റിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഇത് കസ്റ്റമറിനെ തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു ട്രാപ്പിന് വേണ്ടിയിട്ടല്ല ഇത്രയും വലിയൊരു ബുക്ക് ഷീറ്റ് വെക്കുന്നത്. നേരെ മറിച്ച് കസ്റ്റമറിനെ എളുപ്പത്തിൽ മനസ്സിലാക്കി നാളെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ക്ലെയിം വരുമ്പോഴത്തേക്കും എളുപ്പത്തിൽ ക്ലെയിം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബുക്ക്ലെറ്റ് വെച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ കാണുന്ന ഒന്നാണ് ഈ ടാർഗറ്റ് ഉണ്ടാവൂലേ ഏജന്റുമാർക്ക്. അപ്പൊ ചിലപ്പോൾ അവർക്ക് ചില പോളിസീസിൽ കൂടുതൽ കമ്മീഷൻ കിട്ടുന്നതുണ്ടാവും. നമുക്ക് അതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഉണ്ടാവില്ല. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ ബെനിഫിറ്റ് ഇല്ലാത്ത പോളിസീസ് നമ്മുടെ തലയിൽ കെട്ടിവെക്കാറുണ്ട്. അപ്പോൾ എത്ര ഏജന്റുമാരെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? നമുക്ക് എങ്ങനെയാണ് നല്ലൊരു പോളിസി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? യെസ്, ഇതിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആരാണ് നല്ല ഏജന്റ്, ആരാണ് ഈ കമ്മീഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഏജന്റ്? അപ്പോൾ നല്ല ഏജന്റിന് നോക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടല്ല, അത് കസ്റ്റമറിന് ആവശ്യമായിട്ട് അല്ലെങ്കിൽ പോളിസി ഹോൾഡറിന് ആവശ്യം എന്താണെന്ന് ഈ ഏജന്റ് മനസ്സിലാക്കണം ആദ്യം. അതിനുശേഷം അദ്ദേഹത്തിന് ഓപ്ഷൻസ് ഏതൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് കസ്റ്റമേഴ്സിന് ഏതൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണോ അത് കമ്പയർ ചെയ്ത് കൊടുക്കണം. കസ്റ്റമേഴ്സിന് അഡ്വാൻറ്റേജസും ബെനിഫിറ്റ്സും മാത്രമല്ല ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു കൊടുക്കണം. ഈ പോളിസി എടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇന്ന കാര്യങ്ങൾ കിട്ടുന്നതല്ല എന്നുള്ളത് കൂടി പറഞ്ഞു കൊടുക്കണം. സെയിം ടൈം ക്ലെയിമിൻ്റെ സമയത്ത് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളും കൂടി ആയിരിക്കണം ഏജന്റ്. ഏജന്റിന്റെ ഏറ്റവും വലിയ വില മനസ്സിലാക്കുന്നത് ക്ലെയിമിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് ഹെൽപ്പ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഏജന്റാണ്. പ്രൊഫഷണലായിട്ട് ട്രാക്ക് റെക്കോർഡ് ഉണ്ട്, 5 വർഷത്തിൽ കൂടുതൽ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലുള്ള സർവീസസ് ആയിരിക്കും ഏജന്റ് തരുന്നത്. നേരെ മറിച്ച് ഒരു ബാഡ് ഏജന്റ് അല്ലെങ്കിൽ കമ്മീഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഏജന്റ് ആണെങ്കിൽ എല്ലായ്പ്പോഴും ഡിസ്കൗണ്ട്സും ഓഫറും ആയിരിക്കും പറയുന്നത്. എൻ്റെ ഇൻഷുറൻസ് പോളിസി അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഇൻഷുറൻസ് പോളിസി മാത്രമാണ് നല്ലത്, മറ്റുള്ള ഇൻഷുറൻസ് പോളിസികൾ നിങ്ങൾക്ക് ആവശ്യകരമായിട്ടുള്ള ബെനിഫിറ്റ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് സെല്ല് ചെയ്യുന്നവരുണ്ടാവും. ഇപ്പോൾ ഓൺലൈനായിട്ട് ഒരുപാട് പേര് 5%, 10%, 20%, 50% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പോളിസീസ് സെല്ല് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓൺലൈനായിട്ട് നമുക്ക് പോളിസി എടുത്തു കഴിഞ്ഞാൽ നാളെ ക്ലെയിമിൻ്റെ സമയത്ത് ഈ ടോൾ ഫ്രീ നമ്പർ അല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടാകില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്, ഈ മാർക്കറ്റിൽ ഈ പറയുന്ന ഓൺലൈനായിട്ടുള്ള ഏജന്റോ ഓൺലൈനായിട്ടുള്ള അഗ്രിഗേറ്ററോ എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തന്നെ മനസ്സിലാവും. ഒരു നല്ല ഏജന്റ് ആണെങ്കിൽ എല്ലായ്പ്പോഴും ക്ലെയിമിൻ്റെ സമയത്തും പോളിസി എടുക്കുന്ന സമയത്ത് അതായത് വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് കമ്പയർ ചെയ്ത് ഡിസ്കസ് ചെയ്ത് പറയുകയും ചെയ്യും. അതിനനുസരിച്ച് പ്രൊഫഷണലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 or more years എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഏജന്റ് നിങ്ങളുടെ വീടിനടുത്തുള്ള ഏരിയയിൽ തന്നെ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഓൺലൈൻ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ വേണം പോളിസി എടുക്കാനായിട്ട്.
ഇപ്പോൾ ഈ പറയുന്ന കമ്മീഷന്റെ പുറകെയോ അല്ലെങ്കിൽ നാളെ റിന്യൂവലിന്റെ സമയത്ത് ഫോൺ എടുക്കാത്തൊരു ഏജന്റിനെ പ്രതീക്ഷിച്ച് നിങ്ങൾക്ക് ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല. കൃത്യമായിട്ടുള്ള സർവീസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും. ഇപ്പൊ ഇൻഷുറൻസിലൊക്കെ ക്യാഷ്ലെസ് സൗകര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഒരു വലിയ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ സൂചി, സിറിഞ്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മളൊരു വലിയ തുക അങ്ങോട്ട് അടയ്ക്കേണ്ടി വരാറുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക? യെസ്, ഈ സൂചി, സിറിഞ്ച് എന്ന് പറയുന്നത് ഇൻഷുറൻസിൽ അതിനെ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ അതിനെ കൺസ്യൂമബിൾസ് എന്ന് പറയും. കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞാൽ നോൺ മെഡിക്കൽ ഐറ്റംസ്, മെഡിസിൻ അല്ലാതെയോ മെഡിക്കൽ എക്യുപ്മെന്റ്സ് അല്ലാതെയോ ട്രീറ്റ്മെന്റ് അല്ലാതെയോ വരുന്ന എക്സ്പെൻസിനെ നോൺ മെഡിക്കൽ ഐറ്റംസ് എന്ന് പറയും. ഈ നോൺ മെഡിക്കൽ ഐറ്റംസ് പലപ്പോഴും ഒരു ബില്ലിന്റെ 20-30% വരെ വരാം. ഇപ്പൊ ആക്സിഡന്റൽ സർജറീസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 1 ലക്ഷം രൂപ ബില്ല് വരാണെങ്കിൽ 30,000 റുപ്പീസ് വരെ ഈ പറഞ്ഞ ഐറ്റംസ് വരാം. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് സിറിഞ്ച്, ഗ്ലൗസ്, PPE കിറ്റ്, ഈവൻ ബെഡ് കവർ വരെ അതിൻ്റെ അകത്ത് വരും. പേഷ്യൻറ്റിൻ്റെ ഫുഡും അതിൻ്റെ അകത്ത് വരുന്ന ഒരു കാര്യമാണ്. ഇത് പണ്ട് കാലങ്ങളിൽ ഇതിനൊരു റെഗുലേഷൻ ഇല്ലാത്തത് കൊണ്ട്, ഇതിൻ്റെ ചിലവുകൾ ലിമിറ്റ് ചെയ്യാനോ റെഗുലേറ്റ് ചെയ്യാനോ ഒരു അതോറിറ്റി ഇല്ലാത്തത് കൊണ്ട് പല ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളിൽ ഇത് കവർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും മേജറായിട്ടുള്ള ചില ഇൻഷുറൻസ് കമ്പനികൾ അത് കവർ ചെയ്യുന്നില്ല. പക്ഷേ ഒട്ടുമിക്ക ഇൻഷുറൻസ് കമ്പനികളും അത് ആഡ് ഓൺ ആയിട്ട്, അതായത് എക്സ്ട്രാ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കൺസ്യൂമബിൾസ് കവർ ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ചില ഇൻഷുറൻസ് കമ്പനികളിൽ അത് ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. മുഖ്യധാര ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളിലെല്ലാം ഒരു ലിമിറ്റ് വരെ നമുക്ക് ഈ പറയുന്ന കൺസ്യൂമബിൾസ് കവർ ചെയ്ത് വരും. ഇത് ഉറപ്പായിട്ടും ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആഡ് ഓൺ ചെയ്യണം. നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ അത് ആഡ് ഓൺ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നാളെ അത് ചെയ്യുന്ന സമയത്ത്, റിന്യൂ ചെയ്യുന്ന സമയത്ത് അത് ആഡ് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിപ്പോൾ 2 ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ട്. ഒന്ന് നമ്മൾ സ്വന്തമായിട്ട് എടുത്തത്, ഒന്ന് നമ്മളിപ്പം ഞങ്ങൾക്ക് ഓഫീസിൽ നിന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കിട്ടും. ഇപ്പം നമുക്കൊരു മെഡിക്കൽ ക്ലെയിം വരുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനെന്തെങ്കിലും ഒരു ടെക്നിക് ഉണ്ടോ? ഫസ്റ്റ് തിങ്, ഈ 2 ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എന്തുകൊണ്ട് എടുത്തു വെക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം ഒരാൾക്ക് 2 ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ ഒരെണ്ണത്തിലെ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മൾ സാധാരണ കേട്ടിരിക്കുന്നത്. ആദ്യം 2 ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്തിനാണെന്നുള്ളത് നോക്കാം നമുക്ക്. കോർപ്പറേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. ആ കോർപ്പറേറ്റ് അല്ലെങ്കിൽ എംപ്ലോയർ പറയുന്ന ബെനിഫിറ്റ്സ്, ഫിക്സഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആയിരിക്കും അത് തരുന്നത്. നാളെ ആ കോർപ്പറേറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പറയുന്ന ബെനിഫിറ്റ്സ് നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ടും ഏജ് കുറഞ്ഞ സമയത്ത്, അസുഖങ്ങൾ ഇല്ലാത്തൊരു സമയത്ത് റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത് വെക്കണം. അത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ 2 ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ട്. ഞാൻ കോർപ്പറേറ്റിലും വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കൊരു 5 lakhs പോളിസി അവിടെ ഉണ്ട്. 10 lakhs ഞാനൊരു റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊരു ക്ലെയിം വരാണ് 12 lakhs. ഇതെങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും? ആദ്യം എപ്പോഴും നമ്മൾ കോർപ്പറേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ ക്ലെയിം കൊടുക്കുക. അത് ക്യാഷ്ലെസ് ആയിട്ട് കൊടുക്കുക. ക്യാഷ്ലെസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കമ്പനി പേ ചെയ്യുന്ന രീതിയിൽ. അത് ഹോസ്പിറ്റലിൽ ക്യാഷ്ലെസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ 5 lakhs ക്ലെയിം ഓൾറെഡി പാസ്സായി കഴിയും. പിന്നീടുള്ള 7 ലക്ഷം, ആ 7 ലക്ഷം രൂപ നമ്മൾ റീഇംബേഴ്സ്മെന്റ് ആയിട്ട് റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ കൊടുക്കാം. സെക്കൻഡ് പോളിസിയിലെല്ലാം എപ്പോഴും നമുക്ക് ക്യാഷ്ലെസ് നടക്കില്ല. റീറ്റെയിൽ ആയത് മീൻസ് സെക്കൻഡ് പോളിസിയിലെല്ലാം എപ്പോഴും നമുക്ക് റീഇംബേഴ്സ്മെന്റേ നടക്കത്തുള്ളൂ. അപ്പോൾ ആദ്യം ക്യാഷ്ലെസ് 5 lakhs കൊടുക്കുന്നു, പിന്നെ 7 lakhs നമുക്ക് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ടോട്ടൽ എക്സ്പെൻസ് നമ്മുടെ 12 lakhs ആണ്. 12 lakhs നമുക്ക് ക്ലെയിം കിട്ടുന്നതാണ്. പക്ഷെ 2 ആയിട്ടായിരിക്കും കിട്ടുന്നത്. റീഇംബേഴ്സ്മെന്റ് കൊടുക്കുന്ന ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ക്യാഷ്ലെസ് കൊടുത്തിരിക്കുന്ന എമൗണ്ടിന്റെ സെറ്റിൽമെന്റ് ലെറ്റർ കൊടുക്കേണ്ടി വരും. അത് മാത്രമാണ് ഇവിടെ വരുന്നത്. 2 ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എല്ലായ്പ്പോഴും ഒരു കോർപ്പറേറ്റ് എംപ്ലോയിക്ക് ആവശ്യകരമായിട്ടുള്ള കാര്യമാണ്. ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ ഹെൽപ്ഫുൾ ആകും. മാത്രമല്ല, മുന്നോട്ട് പോകുമ്പോൾ കോർപ്പറേറ്റിൽ നിന്ന് ഇറങ്ങുന്ന ഒരു റിട്ടയർ ആവുന്ന ഒരു ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്കും റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ ആശ്രയം. അതുകൊണ്ട് തന്നെ ഏറ്റവും നേരത്തെ ആ ഒരു പോളിസിയും കൂടി എടുത്തു വെക്കാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് ഇൻഷുറൻസ് പോളിസി അല്ലെങ്കിൽ ഇൻഷുറൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാതെ വരും, ക്ലെയിം കിട്ടാതെ വരും. അപ്പൊ നമുക്ക് മാനസികമായിട്ട് നമ്മൾ വളരെയധികം തകർന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെയാണ് ഇൻഷുറൻസ് ഒക്കെ എടുക്കുക. അപ്പൊ നമ്മളിങ്ങനെ ഒരു ഓംബുഡ്സ്മാന്റെ സഹായം തേടുന്നത്, ഈ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടാതെ വരുന്ന ഒരു സമയത്ത്, അതായത് ക്ലെയിം കിട്ടാതെ വരുന്ന ഒരു സമയത്ത്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു ലീഗൽ കോൺട്രാക്ട് ആണ്. അപ്പൊ ഇതിന് ലീഗൽ ഫ്രെയിം വർക്ക് ഉണ്ട്. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. നോർമലി ക്യാഷ്ലെസ് റിജക്ട് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ കമ്പനി തന്നെ പറയും, കമ്പനിയുടെ സെറ്റിൽമെന്റ് ലെറ്ററിൽ തന്നെ പറയും റീഇംബേഴ്സ്മെന്റിന് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത് റീഇംബേഴ്സ്മെന്റിന് അപ്ലൈ ചെയ്യുന്നു. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. റീഇംബേഴ്സ്മെന്റിന് അപ്ലൈ ചെയ്തിട്ട് അതിനൊരു റിപ്ലൈ വരാണ്. അവിടെയും നമ്മുടെ റീഇംബേഴ്സ്മെന്റ് റിജക്ട് ആയി. അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് രണ്ടാമത് ഇവരുടെ ഗ്രീവിയൻസ് സെൽ, ഏതൊരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണോ അവരുടെ ഗ്രീവിയൻസ് സെല്ലിലോട്ട് നമുക്ക് പരാതിപ്പെടാം. ഇപ്പോൾ പല കമ്പനികളുടെ ഗ്രീവിയൻസ് സെല്ലിന്റെ കോൺടാക്ട് അവരുടെ തന്നെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഓംബുഡ്സ്മാന്റെ വെബ്സൈറ്റിലോ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി ഗ്രീവിയൻസ് സെല്ലിലോട്ട് പരാതിപ്പെടുമ്പോഴത്തേക്കും 15 ദിവസത്തിനകം അവർ റിപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് റൂൾ. ഈ 15 ദിവസത്തിനകം നമുക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഓംബുഡ്സ്മാനിൽ പരാതിപ്പെടാവുന്നതാണ്. ഇനി റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും ഓംബുഡ്സ്മാനിൽ പരാതിപ്പെടാവുന്നതാണ്. ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്
പറയുന്നത് ഒരു തർക്കത്തിന്റെ പരിഹാരം കണ്ടെത്തുന്ന ഒരാളാണ്. എല്ലാ സ്റ്റേറ്റിലും, ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും ഓംബുഡ്സ്മാൻ, ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ ഉണ്ട്. കേരളത്തിൽ ഇപ്പോൾ കൊച്ചിയിലാണ് സിറ്റുവേറ്റഡ് ആവുന്നത്. ഇവിടെ പരാതിപ്പെടാൻ നമുക്ക് ലീഗൽ ഫീസോ അല്ലെങ്കിൽ അഡ്വക്കേറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഓംബുഡ്സ്മാൻ അതിന് ഹിയറിങ്ങിന് വിളിക്കും. ഈ പറഞ്ഞ പ്രൊസീജിയറിന് ശേഷം ഹിയറിങ്ങിന് വിളിക്കും. ഹിയറിങ്ങിന് വിളിക്കുമ്പോഴത്തേക്കും നമ്മളും ഈ പറയുന്ന, അതായത് പോളിസി ഹോൾഡറും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയും നേരിട്ട് ഒരു ഓൺലൈൻ കോളിലോ ഓഫ്ലൈൻ കോളിലോ നേരിട്ട് സംസാരിക്കും. എന്തൊക്കെയാണ് വാദങ്ങൾ എന്നുള്ളത് ഓംബുഡ്സ്മാൻ കേൾക്കും. അതിനനുസരിച്ച് ഓംബുഡ്സ്മാൻ ഒരു വിധി പുറപ്പെടുവിക്കും. ഇതാണ് നോർമലി ഓംബുഡ്സ്മാൻ്റെ രീതി. ഇവിടെ വരുന്നൊരു ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ എന്താ പറയുക, ഫീസോ അല്ലെങ്കിൽ ടൈം ടേക്കിംഗ് ടാസ്കോ ഒന്നുമല്ല. ഇത് ജസ്റ്റ് ഒരു 2 or 3 months എടുക്കും ഇതിൻ്റെ റിസൾട്ട് വരാനായിട്ട്. എന്നാലും പക്ഷെ നമ്മളൊരു കോർട്ടിൽ പോകേണ്ട ആവശ്യമോ കൺസ്യൂമർ കോർട്ടിൽ പോകേണ്ട ആവശ്യമോ ഒന്നും വരുന്നില്ല. ഈ ഫ്രെയിം വർക്ക് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പോളിസി ബുക്ക്ലെറ്റ് എന്ന് പറയുന്ന ഫ്രെയിം വർക്കിൽ ഉൾപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് ഓംബുഡ്സ്മാൻ്റെ അടുത്ത് എങ്ങനെ പരാതിപ്പെടണം എന്നുള്ളത്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പോളിസി ബുക്ക്ലെറ്റിൽ ഉണ്ടാവും. പോളിസി ബുക്ക്ലെറ്റിൻ്റെ അവസാനത്തെ 4 പേജുകൾ ഏതൊക്കെ ഓംബുഡ്സ്മാൻ്റെ അടുത്താണ് നമ്മൾ പരാതിപ്പെടേണ്ടത് എന്നുള്ളതാണ് ഡീറ്റെയിൽസ് വരുന്നത്. ഓക്കെ, ഞാൻ ഒരു സംശയം കുറിച്ചിട്ട്, ഇപ്പൊ സാധാരണക്കാരൻ ഇപ്പൊ ഒരു വാദത്തിന്റെ ഭാഗമായിട്ട് ഇരുന്നാൽ തന്നെ കമ്പനിക്ക് ഇതിനകത്ത് കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിരിക്കുമല്ലോ അവരുടെ സൈഡ്. അപ്പൊ ഒരു നോർമൽ ആയിട്ടുള്ള സാധാരണക്കാരൻ ആ ഒരു വാദം ജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കമ്പനി ആയിരിക്കില്ലേ മേ ബി കൂടുതൽ അതിനുള്ളിൽ ജയിക്കാനുള്ള ഒരു ചാൻസ്. അവരിങ്ങനത്തെ ഒത്തിരി കേസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ഈ പ്രശ്നം പരിഹരിക്കുന്ന ഒരു അതോറിറ്റി എല്ലായ്പ്പോഴും പോളിസി ഹോൾഡറിന്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരിക്കലും ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് പോളിസി ഹോൾഡറിന് അഗെയിൻസ്റ്റ് കേസ് കൊടുക്കാൻ പറ്റത്തില്ല. നേരെ തിരിച്ച് മാത്രമാണ് അവിടെ ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ പോളിസി ഹോൾഡറിന്റെ ഇൻട്രസ്റ്റ് എന്താണോ അത് കാക്കാൻ വേണ്ടിയിട്ടാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ആളിരിക്കുന്നത്. പോളിസി ഹോൾഡർ ഒരു കോമൺ മാൻ ആണ്. അദ്ദേഹത്തിന് ലേമൻസ് ലാംഗ്വേജ് മാത്രമായിരിക്കും അറിയുന്നത്. അപ്പോൾ ആ ലേമൻസ് ലാംഗ്വേജിൽ അദ്ദേഹത്തിൻ്റെ വാദം എന്താണോ അത് പ്രസൻറ്റ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. പോളിസി ഹോൾഡറിന് മാത്രമായിരിക്കും ഇവിടെ വാദം അറിയിക്കാനും പറ്റുക. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അറിഞ്ഞ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിധി ഓംബുഡ്സ്മാൻ പുറപ്പെടുവിക്കും. പല കാര്യങ്ങളിലും ഇപ്പോൾ ക്ലെയിം റിജക്റ്റ് ആകുന്നത് ഞാൻ കണ്ടെടുത്തോളം എൻ്റെ എക്സ്പീരിയൻസിൽ 99% കേസുകളിലും നമുക്കൊരു അസുഖമുണ്ട്, അതായത് പോളിസി ഹോൾഡറിന് ഒരു അസുഖമുണ്ട്, പോളിസി എടുക്കുന്ന സമയത്ത് പറഞ്ഞില്ല, അല്ലെങ്കിൽ അദ്ദേഹം വിട്ടുപോയി, അത് പറയാൻ വിട്ടുപോയി. നാളെ ക്ലെയിമിൻ്റെ സമയത്ത് ആ അസുഖം പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ക്ലെയിം റിജക്റ്റ് ചെയ്യുന്നു, പോളിസി ക്യാൻസൽ ചെയ്യുന്നു. ഇങ്ങനെയുള്ള കേസുകൾ ഓംബുഡ്സ്മാൻ്റെ അടുത്ത് ധാരാളം വരുന്നുണ്ടാകും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഓംബുഡ്സ്മാൻ സാധാരണഗതിയിൽ ആ ക്ലെയിം എക്സ്ക്ലൂഡ് ചെയ്തിട്ട് പിന്നീട് ആ പോളിസി കണ്ടിന്യൂ ചെയ്യാനായിരിക്കും സജസ്റ്റ് ചെയ്യാറ്. ഇപ്പം എല്ലായ്പ്പോഴും പോളിസി ഹോൾഡറിൻ്റെ ഇൻട്രസ്റ്റ് ആണ് അവിടെ കാക്കുന്നത്. ഒരിക്കലും ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല ഓംബുഡ്സ്മാൻ ഇരിക്കുന്നത്. ഇതൊരു ഗവൺമെന്റ് അതോറിറ്റിയാണ്. അവിടെ കോമൺ മാൻ്റെ അല്ലെങ്കിൽ പോളിസി ഹോൾഡറിന്റെ ഇൻട്രസ്റ്റ് ആയിരിക്കും കാക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് ഒന്നുകൂടെ ചോദിച്ചാൽ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് 30 വയസ്സിന് മുന്നേ പോളിസീസ് എടുക്കുന്നതാണ് നല്ലത്. പോളിസി 30 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണെന്ന്. ഈ വാദം ശരിയാണ്? ശരിക്കും നമ്മൾ എത്രാമത്തെ വയസ്സിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കണം? നിങ്ങൾ ഇതുവരെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ ഏറ്റവും നേരത്തെ എടുക്കുക എന്നുള്ളതേ ഞാൻ പറയത്തുള്ളൂ. ജനിക്കുന്ന കുട്ടിക്ക് തൊട്ട് ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആവശ്യമുണ്ട്. പണ്ട് കാലങ്ങളിൽ ഇതിന്റെ ആവശ്യകത അല്ലെങ്കിൽ ഡിമാൻഡ് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, പണ്ട് കാലങ്ങളിൽ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നത് കുറവായിരുന്നു, രോഗങ്ങളുടെ എണ്ണം കുറവായിരുന്നു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് എറണാകുളം ജില്ലയിൽ തന്നെ 40ഓളം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. അതായത് രോഗങ്ങളുടെ എണ്ണം കൂടി, അതിൻ്റെ ചികിത്സകൾ കൂടി, അതിനനുസരിച്ച് സ്പെഷ്യാലിറ്റികൾ കൂടി. ഇപ്പം ഹെൽത്ത് ഇൻഷുറൻസ് ഒരു എന്താ പറയുക, അതിൻ്റെ ഡിമാൻഡ് കൂടി, അതിനനുസരിച്ചിട്ട് എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്, നമുക്ക് വരുന്ന രോഗങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ 2019 കോവിഡ് വന്നതിന് ശേഷം എന്ത് ഇൻഫെക്ഷ്യസ് രോഗം വന്നു കഴിഞ്ഞാലും നമുക്കിപ്പോൾ പേടിയാണ്, എന്താണ് പുതിയ വേരിയൻ്റ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ രോഗങ്ങളുടെ എണ്ണം കൂടിയതുകൊണ്ട് ഒരു ഏജിന് ശേഷം അല്ലെങ്കിൽ 50 വയസ്സിന് ശേഷമേ എടുക്കാൻ പാടുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏതൊരു പ്രായക്കാരനും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. നമ്മൾ എപ്പോഴാണോ ഹെൽത്തി ആയിരിക്കുന്നത് ആ ഒരു സമയത്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത്. കാരണം ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് എടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ അസുഖങ്ങളും നമുക്ക് കവർ ചെയ്യും. ഇപ്പം നമുക്ക് ഓൾറെഡി ഒരു അസുഖം ഉണ്ടെന്ന് വിചാരിക്കാം, ആ അസുഖം കവർ ചെയ്യാൻ അതിനൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. യൂഷ്വലി അത് 3 years ആണ്. അപ്പോൾ ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത്, പ്രായം കുറഞ്ഞ സമയത്ത് എടുക്കാൻ ശ്രമിക്കുക. 1, നമുക്ക് എല്ലാ അസുഖങ്ങളും കവർ ചെയ്യും. 2, നമുക്ക് പ്രീമിയം കുറവായിരിക്കും. പിന്നെ എല്ലായ്പ്പോഴും പറയുന്ന പോലെ നമുക്കൊരു കാറിന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന എപ്പോഴാണ് കാറ് ഹെൽത്തി ആയിട്ടിരിക്കുന്നത്, അതായത് ആക്സിഡൻ്റ് ഒന്നും ഇല്ലാതെ കാറ് കൃത്യമായിട്ട് മെക്കാനിക്കലി റൺ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കാറിന് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ഒരിക്കലും ഒരു ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം കാറിന് ആരും ഇൻഷുറൻസ് കൊടുക്കില്ല, മോട്ടോർ ഇൻഷുറൻസ് കൊടുക്കില്ല. അതുപോലെ തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഒരിക്കലും ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഇൽനെസ് വന്നതിന് ശേഷം ആരും ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കത്തില്ല. അങ്ങനെ കൊടുക്കുന്ന ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ അതിൽ കണ്ടീഷൻസ് വരും.
അപ്പോൾ ഹെൽത്തി ആയിരിക്കുന്ന സമയം അത് 30 വയസ്സോ, ഞാൻ പറയുകയാണെങ്കിൽ ന്യൂ ബോൺ ബേബിക്ക് വരെ ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കണം. കാരണം ജനിക്കുന്ന കുട്ടികളിൽ നമുക്ക് ഒരുപാട് ഇൽനെസ്സസ് ആണ്. ഇപ്പോൾ NICU എല്ലാ ഹോസ്പിറ്റലിലും ഫില്ലാണ്. ഇപ്പോൾ എറണാകുളത്തെ ഒട്ടുമിക്ക ആശുപത്രിയിൽ NICU ബെഡ് കിട്ടണമെങ്കിൽ നമ്മൾ അത്രയധികം ഡിമാൻഡാണ് അതിന്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ജനിക്കുന്ന കുട്ടിക്ക് തൊട്ട് കവറേജ് വരുന്ന രീതിയിലുള്ള പോളിസികൾ എടുക്കുക എന്നുള്ളതായിരിക്കും ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിൽ കോസ്മെറ്റിക് സർജറികൾ ഉൾപ്പെടുത്താത്തത്? ഹെൽത്ത് ഇൻഷുറൻസിൽ പല കാര്യങ്ങളും എക്സ്ക്ലൂഡഡ് ആണ്. അതിൽ മേജർ ആയിട്ടുള്ളൊരു കാര്യമാണ് കോസ്മെറ്റിക് സർജറി. ഈ കോസ്മെറ്റിക് സർജറി അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് വരുന്ന കാര്യങ്ങൾ, അതായത് പോളിസി ഹോൾഡർ അല്ലെങ്കിൽ കസ്റ്റമർ ആണ് തീരുമാനിക്കുന്നത് എനിക്കൊരു ട്രീറ്റ്മെൻറ്റ് വേണം എന്നുള്ളത്. അതിൻ്റെ മെഡിക്കൽ നെസസിറ്റി തീരുമാനിക്കാൻ ഈ പറയുന്ന ഡോക്ടറിനെയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്കോ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ കോസ്മെറ്റിക് സർജറികളും വോളണ്ടറി അല്ലെങ്കിൽ സെൽഫ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോസ്മെറ്റിക് സർജറി പ്രൈമർലി എക്സ്ക്ലൂഡഡ് ആണ്. പിന്നെ നോക്കേണ്ടത് സെൽഫ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. എക്സാമ്പിൾ ആൽക്കഹോൾ യൂസേജ്, ആൽക്കഹോൾ അബ്യൂസ് കാരണം വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്മോക്കിംഗ് കാരണം വരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ സാർ ഇത് പറഞ്ഞതുകൊണ്ട് ചേർത്ത് വെച്ചാൽ നമുക്കറിയാം, പുകവലി അല്ലെങ്കിൽ മദ്യപാനം ഇതുവഴി ഉണ്ടാകുന്ന ശീലങ്ങൾ, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ക്ലെയിം എടുക്കുമ്പോൾ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് ക്ലെയിം കിട്ടില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ നമ്മൾ വിചാരിക്കാത്ത എന്നാൽ ക്ലെയിം തള്ളിക്കളയാൻ ഈ ഇൻഷുറൻസ് കമ്പനികൾക്ക് സാധിക്കുന്ന മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോർമലി ക്ലെയിം റിജക്റ്റ് ആവുന്ന റീസൺസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് പറയാതെ നമ്മൾ പോളിസി എടുക്കുമ്പോഴാണ്. അപ്പോൾ അതിൽ ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. കഴിഞ്ഞ ദിവസം എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചു ചോദിച്ചു, ഞാൻ ഒരു കമ്പനിയുടെ പോളിസിയാണ് എടുത്തിരിക്കുന്നത്, 4-5 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന എൻ്റെ അമ്മയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വന്നു, ലേസർ ചികിത്സ, കണ്ണിൻ്റെ ലേസർ ചികിത്സയാണ്, പക്ഷേ അത് റിജക്റ്റായി. അപ്പോൾ അതിൻ്റെ റിജക്ഷൻ ലെറ്റർ നോക്കിയപ്പോഴത്തേക്കും കൊളസ്ട്രോളിൻ്റെ ഡയഗ്നോസിസ് അദ്ദേഹം പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എന്തുകൊണ്ടാണ് കാണിക്കാതിരുന്നത്? അത് അമ്മയ്ക്ക് 10-15 വർഷം മുന്നേ വന്നു പോയൊരു കാര്യമാണ്, അതെനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോഴും അമ്മയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അമ്മ പോളിസി എടുക്കുന്ന സമയത്ത് അതിന് ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്, അതായത് പോളിസി എടുക്കുന്നതിന് മുന്നേ വന്നു പോയിരിക്കുന്ന കണ്ടീഷൻസ്, അത് പോളിസി എടുക്കുന്ന സമയത്ത് ഉണ്ടാവണമെന്നില്ല, അതിന് മുന്നേ വന്നു പോയിരിക്കുന്ന എന്ത് കണ്ടീഷൻസ് ആണെങ്കിലും നമ്മൾ ഡിക്ലെയർ ചെയ്യാം. ഈ പറയുന്ന കൊളസ്ട്രോൾ ഉൾപ്പെടെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമുക്ക് 30 ദിവസത്തിന് ശേഷം ചെറിയ എക്സ്ട്രാ പ്രീമിയത്തിൽ കവർ ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഡിക്ലെയർ ചെയ്താൽ ഇത് കവർ ചെയ്യുകയും ചെയ്യും, നാളെ ക്ലെയിമിന് ബുദ്ധിമുട്ട് വരികയില്ല. അപ്പോൾ കൊളസ്ട്രോൾ സംബന്ധമായിട്ടല്ല ഇദ്ദേഹം ട്രീറ്റ്മെൻറ്റിന് പോയത്, കണ്ണിൻ്റെ ലേസർ ചികിത്സയ്ക്ക്, ലാസിക് ചികിത്സയ്ക്കാണ് അദ്ദേഹം ട്രീറ്റ്മെൻറ്റിന് പോയത്. കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ലാസിക് ട്രീറ്റ്മെൻറ്റ് അദ്ദേഹത്തിന് റിജക്റ്റ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലെല്ലാം നമ്മൾ നോക്കേണ്ടത്, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഏജന്റ് ആണെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കും, ഇതിന് മുന്നേ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നോ, ഇതിന് മുന്നേ അസുഖങ്ങൾ ഉണ്ടായിരുന്നോ, മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ളത്. അത് കൃത്യമായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ ക്ലെയിമിന് ഒരു ബുദ്ധിമുട്ട് വരില്ല. പലപ്പോഴും കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പോളിസി ഹോൾഡേഴ്സ് ഇത് ഡിക്ലെയർ ചെയ്യാൻ മടിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. 2, പ്രീമിയം കൂടുമോ എന്നുള്ളൊരു ഭയം. എനിക്കിപ്പോൾ നോർമലായിട്ടുള്ള പ്രീമിയം എനിക്ക് അഫോർഡബിൾ ആണ്. ഇനി ഞാൻ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 5, 10, 20, 30% കൂടിക്കഴിഞ്ഞാൽ എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം. ആ 10% അല്ലെങ്കിൽ 20% വേണ്ടി നമ്മളിത് ഡിക്ലെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അടച്ച പ്രീമിയം കൂടിയാണ് അവിടെ പോകുന്നത്. അപ്പോൾ അത് ഡിക്ലെയർ ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഞാൻ പറയാം. പിന്നീടുള്ള കാര്യങ്ങൾ, നമുക്ക് മെഡിക്കലി നെസസിറ്റി ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റ്, അതായത് എനിക്ക് പനിയുണ്ട്, ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോകുന്നു. ഇപ്പോൾ പലരും ഇൻഷുറൻസ് എടുക്കുന്നതിന് മുന്നേ പനി ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്യുന്നു, മെഡിസിൻ ആൻറ്റിബയോട്ടിക് എടുക്കുന്നു, നമ്മൾ തിരിച്ചു വരുന്നു. ഇങ്ങനെയായിരിക്കും. നേരെ മറിച്ച് ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടില്ല, എന്നാൽ ഞാൻ പോയി അഡ്മിറ്റ് ആവട്ടെ, അങ്ങനെ വരുന്ന സിറ്റുവേഷൻസ് നമുക്ക് വരുന്നുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് കവർ ആകത്തില്ല. മെഡിക്കൽ നെസസിറ്റി ഉള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നത്. ഇതാണ് നോർമലി റിജക്ഷൻസിന് കാരണം വരുന്നത്. അതല്ലാതെയും നമുക്ക് റെയർ ആയിട്ടുള്ള റീസൺസ് വരാറുമുണ്ട്. ഞാൻ ഒന്നും കൂടി ഊന്നി ചോദിക്കണം, അതായത് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു അസുഖത്തിന് എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നമ്മൾ കൃത്യമായി അത് മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അതെ, ഉറപ്പായിട്ടും. മറ്റൊന്ന്, നമ്മളിപ്പോൾ ചികിത്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുർവേദത്തിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുണ്ടാവും, ഹോമിയോപ്പതിയിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുണ്ടാവും. ഈ ട്രീറ്റ്മെന്റിനൊക്കെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമോ? അതോടൊപ്പം തന്നെ ഈ സാഹചര്യം മാറി വരുവാണല്ലോ, അപ്പൊ കാലത്തിനനുസരിച്ച് ഇൻഷുറൻസ് പോളിസികൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്? ഓക്കെ, IRDAയുടെ നിർദ്ദേശപ്രകാരം ഓൾട്ടർനേറ്റ് ട്രീറ്റ്മെന്റ്സ്, അതായത് പ്രൈമറി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രൈമറി ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്ന അലോപ്പതിയാണ്. അതല്ലാതെ എന്തും ഓൾട്ടർനേറ്റ് ട്രീറ്റ്മെന്റ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ഓൾട്ടർനേറ്റ് ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ആയുർവേദം, യുനാനി, ഹോമിയോപ്പതി, സിദ്ധ, ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് ആണ്.
ഇതെല്ലാം IRDA നിർദ്ദേശപ്രകാരം എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയും അപ് ടു സം ഇൻഷുറൻസ് നമ്മൾ എത്രയാണോ കവറേജ് എടുക്കുന്നത്, അലോപതി എങ്ങനെയാണോ കവർ ചെയ്യുന്നത് അതുപോലെ തന്നെ കവർ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ടോപ്പ് നോച്ച് കമ്പനീസ് എല്ലാവരും ഇതെല്ലാം 100% കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുന്നൊരു കാര്യം, ഈ ആയുർവേദം, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി അവിടെ ആക്റ്റീവ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റിൻ്റെ മെഡിക്കൽ നെസസിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ നെസസിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഇപ്പോൾ പല പോളിസി ഹോൾഡേഴ്സും എൻ്റെ കയ്യിൽ ആയുർവേദം കവർ ചെയ്യുന്നുണ്ട്, കർക്കിടക മാസമായി, ഞാനൊന്ന് സുഖചികിത്സ എടുത്തിട്ട് വരട്ടെ, ഇത് ക്ലെയിം കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം വരാറ്. അപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. സുഖചികിത്സയോ അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് നമ്മളൊരു മുട്ടുവേദന, കാൽവേദനയ്ക്ക് പോയി ചികിത്സ എടുക്കുന്നത് നമുക്ക് കവർ ആകത്തില്ല. അവിടെ മെഡിക്കൽ നെസസിറ്റി വേണം. അതായത് ഈ ഓൾട്ടർനേറ്റ് ട്രീറ്റ്മെൻറ്റിലാണ് ഈ പരിരക്ഷ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ് നടക്കത്തുള്ളൂ, അലോപ്പതിയിൽ നമുക്ക് ബെറ്റർ ആയിട്ടില്ല എന്ന് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ സിറ്റുവേഷൻസ് ആണ് നോർമലി കവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മെഡിക്കൽ നെസസിറ്റി വരുന്ന സിറ്റുവേഷൻസ് ആണ് ഈ ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും സിദ്ധയിലും ഒക്കെ നമുക്ക് കവർ ചെയ്യുന്നത്. ഇത് 100% ഇൻക്ലൂഡഡ് ആണ്. ഇതിന് കണ്ടീഷൻസ് വേറെ ഒന്നുമില്ല, മെഡിക്കൽ നെസസിറ്റി വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം സാറിന് നമ്മളിപ്പോൾ 2026 അപ്പം ഇപ്പോഴും ആളുകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആളുകളുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണ കിടക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ള ഏരിയകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഇപ്പോഴും നമ്മുടെ മലയാളീസ്, എസ്പെഷ്യലി മലയാളീസ് ആണെങ്കിലും ഇന്ത്യൻസിന് ഒരു ബുദ്ധിമുട്ട് വരുന്നത്, ഇൻഷുറൻസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഈ ലൈഫ് ഇൻഷുറൻസിനെയാണ് അല്ലെങ്കിൽ LIC ഏജന്റിനെയാണ് അവരുടെ മനസ്സിൽ വരുന്നത്. LIC ഏജന്റിന്റെ ഒരു പ്രത്യേകത, പണ്ട് കാലങ്ങളിൽ, ഇപ്പോൾ ഇതൊക്കെ മാറി, പണ്ട് കാലങ്ങളിൽ എപ്പോഴും ഫോഴ്സ്ഫുൾ സെല്ലിംഗ് ആയിരിക്കും. അപ്പോൾ ഈ ഫോഴ്സ്ഫുൾ സെല്ലിങ്ങിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ഏജന്റ് ഒരു കസ്റ്റമറായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം വിചാരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ സെയിൽസിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കമ്മീഷന് വേണ്ടിയിട്ടാണ് ഇത് സംസാരിക്കുന്നത് എന്നുള്ളത് വിചാരിക്കും. പക്ഷെ നേരെ മറിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് നമുക്ക് കണ്ടുവരുന്നൊരു കാര്യം, ഈ കൊറോണയ്ക്ക് ശേഷം നമുക്ക് എന്ത് അസുഖം വരാം എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഇതില്ലാതെ മുന്നോട്ടൊരു ഹോസ്പിറ്റലിൽ കടന്ന് ചെല്ലുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയറിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പലരും കാണുന്നത്. പക്ഷെ ഞാനതിനെ നേരെ തിരിച്ചാണ് കാണുന്നത്. അതൊരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റാണ്. നമ്മുടെ സേവിങ്സ് നമുക്ക് കാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇല്ല, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് 10 ലക്ഷം രൂപയുടെ സർജറി ആണെങ്കിൽ നമ്മുടെ വീടും പറമ്പും വിൽക്കേണ്ട ഒരു സ്ഥിതി വരും. അപ്പം ആ സ്ഥിതി മാറ്റി വെക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഇത് സാധാരണക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ കാണുന്നത്, ആ ഒരു സ്ഥിതി മാറ്റി വെക്കാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കാം. അതിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് സം ഇൻഷുറൻസ് എടുത്ത് വെക്കുക. ഒരിക്കലും ഒരു 10 lakhs 20 lakhs തികയുമെന്നൊന്നും ഈ കാലത്ത് പറയാൻ പറ്റത്തില്ല. നമുക്ക് എത്രയാണോ അഫോർഡബിൾ, അതായത് കസ്റ്റമറിന് എത്രയാണോ അഫോർഡബിൾ, പോളിസി ഹോൾഡറിന് എത്രയാണോ അഫോർഡബിൾ ആകുന്നത് അതിൻ്റെ മാക്സിമം സം ഇൻഷുറൻസ് എടുത്ത് വെക്കുക. അതായിരിക്കും ഞാൻ പറയും. താങ്ക് യു സോ മച്ച് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചു. താങ്ക് യു സോ മച്ച്.